യും ഇന്ന് കാണിക്കുന്നത് ഉടുപ്പി ടെമ്പിളാണ്. ഉടുപ്പിയിലെ രൂപം അങ്ങനെയാണ്. അവിടെ ഫോട്ടോസ് ഉള്ളത് എടുത്തതാണ്. പുറമേ ഉള്ളതാണ്. ഉടുപ്പിയിലെ രൂപം കടോല് പിടിച്ചിട്ട് വലത് കയ്യിൽ ഇടത്ത് കയ്യിൽ കയറുമായിട്ടുള്ള രൂപമാണെന്ന് പറയുന്നത്. ബാലരൂപം ഇവിടുത്തെ മാധവാചാര്യ അയാൾ ആയിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ കനകദാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയറ്റ് ജാതിമത ഭേദം കൊണ്ട് പുറത്തുനിന്ന് തൊഴാനേ പറ്റിയിരുന്നുള്ളൂ. അപ്പോൾ ഭഗവാൻ അങ്ങോട്ട് 180 ഡിഗ്രി തിരിഞ്ഞു. അവിടെ ആ പൊത്തിൽ കൂടെ തൊഴാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അവിടെ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. അതാണ് ഒരു ഐതിഹ്യം. ഭഗവാനെ 9 ദ്വാരമുള്ള വാതിൽ കൂടെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ആ രൂപമാണ് പറയില്ലേ, കല്ലുകൊണ്ട് ഇങ്ങനെ അലങ്കരിച്ച രൂപം. ദ വേ ടു ദർശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം നേരം വേണ്ടിയൊന്നുമില്ല, തിരക്കൊന്നുമില്ല. കറങ്ങി വന്നു കഴിഞ്ഞിട്ട് വീണ്ടും പുറത്തേക്ക് കിടന്നിട്ട് ഇത് വീണ്ടും തൊഴാൻ പറ്റി. ഇത് ഗീതാപാരായണം നടക്കുന്ന ഒരു ബിൽഡിങ്ങാണ്. ഫുള്ള് ഗീതയുടെ മഹത്വമുള്ള ഇതാണ്. അവിടെ ഒരു വീഡിയോ ഒക്കെ കാണിച്ചു തരും. നല്ലോണം എക്സിബിഷൻ മാതിരി ഉണ്ടായിരുന്നു. ഫോട്ടോ അനുവദനീയമല്ല. അതുകൊണ്ട് ഇത് ഉള്ളിലത്തെ ഭാഗം തന്നെയാണ്. ഫോട്ടോ എടുക്കാം. ചില സ്ഥലങ്ങളിൽ പറ്റിയത് ഞാൻ എടുത്തതാണ്. അവിടെ പൂജ ചെയ്യുന്നതിൻ്റെ ഒരു ഇതാണ്. 8 മഠങ്ങളായിട്ടാണ്. ഈ 2 വർഷം ഓരോരുത്തർക്ക് അങ്ങനെ എന്താണ് മാധവാചാര്യ അങ്ങനെ അയാളുടെ നേതൃത്വത്തിലാണ് ഇത് തുടങ്ങിയത്. അയാളുടെ ഇനി അവിടെ ഒരു തുളസി വൃന്ദാവൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു തുളസിയുടെയാണെന്ന് വിചാരിച്ചതന്നെ. ഉള്ളിലത്തെ ഒരു ഫോട്ടോസ് തന്നെയാണ് കേട്ടോ. അതിന് കൂടെ ഞാൻ രഥം കാണിച്ചു തരാം. ഗോൾഡൻ രഥം നോക്കൂ. അവിടുത്തെ രഥമാണ്. എന്ത് ഭംഗിയാലേ, ഗോൾഡൻ ആയിട്ടുള്ള രഥമാണ്. അത് കണ്ടോളൂ. അവിടെ ഗോൾഡൻ എന്താ പറയുക മണ്ഡപമുണ്ട്. അത് ഗോൾഡൻ കുളം നോക്കൂ. അത് പൂജാരിമാർ മാത്രമേ ഇറങ്ങിക്കൊള്ളൂ എന്നാണ് തോന്നുന്നത്. അവർ കുളിക്കുമ്പോൾ അവിടെ കുളിച്ചിട്ടാണ് പൂജയ്ക്ക് പോകണമെന്നുള്ളതാണ്. അതും ഇതൊക്കെ വെച്ചിട്ടുണ്ട്, ജാലി വെച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ എനിക്ക് എടുക്കാൻ പറ്റിയതുകൊണ്ട് ഞാൻ അതെടുത്ത് കാണിച്ചെന്ന് മാത്രം. ഇതാണ് പറഞ്ഞ വൃന്ദാവൻ. സമാധിയാണ്. ഓരോ ആചാര്യന്മാരുടെ സമാധിയാണ് അവിടെ അങ്ങനെ ഇതിൽ കാണുന്നത്. മാധവാചാര്യ എന്ന് പറഞ്ഞ ആൾ പഠിപ്പിക്കുന്ന സമയത്ത് ഡിസപ്പിയർ ആയതാണ്. അപ്പോൾ അയാളുടെ സമാധിയില്ല. ബാക്കി എല്ലാവരും ഇത്രയധികം കഴിഞ്ഞിട്ട് പറയില്ലേ സമാധി കഴിഞ്ഞ് ഫുള്ള് കഴിഞ്ഞ ഒരു അന്തരീക്ഷം തന്നെ ഒരു നാമജപത്തിൻ്റെയാണ്. പിൻ ഡ്രോപ്പ് സൈലൻ്റാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കണ്ടില്ലേ. അതെന്താണെന്ന് മനസ്സിലായില്ല. വൃന്ദാവൻ എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ വിചാരിച്ചു നമ്മൾ ആദ്യം വിചാരിച്ച് തുളസിത്തറ ആ രൂപം ആ ഒരു ഇതാണ്. ഇപ്പോൾ കരിങ്ങല്ലേ. പിന്നെ മനസ്സിലായത് അത് ഫുള്ള് ഓരോ സന്യാസിവര്യന്മാർ അവിടെ ഉണ്ടായിരുന്ന അവരുടെ സമാധിയാണെന്ന്. അപ്പോൾ ഉടുപ്പി ശ്രീകൃഷ്ണ ഭവനെ ദർശിക്കാൻ മറക്കണ്ട. ഹരി ഓം.